ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ കിഡ്സ് ഫ്രോക്കാണ്. 6 to 7 ഏജ് വരുന്ന കുഞ്ഞുങ്ങൾക്കുള്ള ഡ്രസ്സാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എടുത്തിരിക്കുന്നത് നെറ്റിൻ്റെ വർക്ക് മെറ്റീരിയലാണ്. പിന്നെ എടുത്തിരിക്കുന്നത് സാറ്റിൻ മെറ്റീരിയൽ എടുത്തിട്ടുണ്ട്. അതുപോലെ ലൈനിങ്ങിനായിട്ട് ക്രേപ്പിൻ്റെ മെറ്റീരിയലാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എടുത്ത ഷെയ്ഡ് വന്നിട്ട് അക്വാ ബ്ലൂ ആണ്. അപ്പോൾ ഇത് കസ്റ്റമർ നമ്മളെടുത്ത് തന്നിട്ട് റെഫറൻസ് ബുക്കും തന്നിട്ടുണ്ടായിരുന്നു. അംബ്രല്ല സ്കേർട്ടിൻ്റെ ആ ഒരു മോഡലാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു മെത്തേഡിലാണ്. അപ്പോൾ നമ്മൾ 1 മീറ്റർ വർക്ക് മെറ്റീരിയലാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ യോക്ക് പോർഷനിൽ നമ്മൾ യോക്കിലും സ്ലീവിലുമാണ് ഈ ഒരു നെറ്റിൻ്റെ വർക്ക് മെറ്റീരിയൽ കൊടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് യോക്ക് പോർഷൻ കട്ടാനായിട്ട് ആവശ്യത്തിന് ഫാബ്രിക് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് മെഷർമെൻറ്റ്സ് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഫസ്റ്റ് ഷോൾഡറിനായിട്ട് 5.5 ഇഞ്ചസ് മാർക്ക് ചെയ്ത് കൊടുക്കാം. ആം ഹോളും സെയിം തന്നെ 5.5 ഇഞ്ചസ് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി വേണ്ടത് ചെസ്റ്റാണ്. ചെസ്റ്റ് നമുക്ക് 7.5 ആണ്. അപ്പം നമ്മൾ 8.5 ഇഞ്ചസാണ് നമ്മൾ എടുത്തിരിക്കുന്നത് കേട്ടോ. നമുക്ക് സിബ് കൊടുക്കണം. അതുപോലെ അലവൻസും കൂടെ ആയിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 7.5 ഇഞ്ചസ് നമുക്ക് വേസ്റ്റ് ലൈനും കൂടി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ആം ഹോൾ കർവ് വരച്ചു കൊടുക്കാം. ബാക്കി വരുന്ന പോർഷൻസ് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. അംബ്രല്ല സ്കേർട്ട് ചെയ്യുമ്പോൾ ഇതുപോലെ ജസ്റ്റ് ഒരു 1/2 ഇഞ്ചസ് നമ്മളൊന്ന് ചരിച്ച് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് രണ്ട് സൈഡും തൂങ്ങി നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കട്ട് ചെയ്യുന്നത്. അപ്പോൾ അത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, ഇനി നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 2 ഇഞ്ചസ് നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്യുന്നുണ്ട്. നെക്ക് ലെങ്ത്, ബാക്ക് നെക്ക് ലെങ്ത് 2 ഇഞ്ചസ് തന്നെയാണ്. 3.5 ഇഞ്ചസ് നമുക്ക് ഫ്രണ്ട് നെക്കും കൂടി മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ അംബ്രല്ല സ്കർട്ടാണ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്രേപ്പിൻ്റെ മെറ്റീരിയൽ ലൈനിങ് ആയിട്ട് എടുത്തില്ലേ, ആ മെറ്റീരിയൽ നമുക്കിതുപോലെ രണ്ടായിട്ട് മടക്കിയിട്ട് എഗെയിൻ കോണായിട്ടൊന്ന് മടക്കി കൊടുക്കാം. നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച യോക്ക് പോർഷൻ ഇതിൻ്റെ മുകളിൽ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. അതിനുശേഷം മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ ലെങ്ത് കറക്റ്റ് എത്രയാണ് കിട്ടുന്നതെന്ന് നോക്കാം. 10 ഇഞ്ചസാണ് നമുക്ക് ഈ ഒരു ലെങ്ത് കിട്ടുന്നത്. അപ്പോൾ ആ 10 ഇഞ്ചസ് നമുക്ക് ഇതുപോലെ റൗണ്ടായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. നമ്മളിപ്പോൾ ഈ വേസ്റ്റ് ലൈൻ കർവായിട്ട് വരച്ചില്ലേ, ആ ലൈനിൻ്റെ മുകളിലായിട്ട് ഒരു 1/2 ഇഞ്ചസ് അലവൻസും കൂടി മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് സ്കേർട്ടിൻ്റെ ലെങ്ത് 28 ഇഞ്ചസ് മാർക്ക് ചെയ്ത് കൊടുക്കാം. നിങ്ങളുടെ കുഞ്ഞിൻ്റെ എത്രയാണ് ലെങ്ത് വേണ്ടത് അതനുസരിച്ച് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ 28 ഇഞ്ചസ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അലവൻസും കൂടി ഇട്ടിട്ടാണ് കേട്ടോ നമ്മൾ മാർക്ക് ചെയ്യുന്നത്. അതിനുശേഷം കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് സാറ്റിൻ്റെ മെയിൻ ഫാബ്രിക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതും ഇതുപോലെ രണ്ടായിട്ട് മടക്കിയിട്ട് കോണായിട്ടൊന്ന് മടക്കി കൊടുക്കാം. ഈ ലൈനിങ് വെച്ചിട്ട് നമുക്ക് ഫസ്റ്റ് വേസ്റ്റ് ലൈൻ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാൻ ലൈനിങ്ങിനേക്കാളും 1 ഇഞ്ചസ് ഇതുപോലെ എക്സ്ട്രാ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് ഇങ്ങനെ വരച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നേരത്തെ നമ്മൾ യോക്ക് പാർട്ട് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലൈനിങ് സാറ്റിൻ മെറ്റീരിയലും കൂടി നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ഫാബ്രിക് ഇതുപോലെ ഒന്ന് ഫോൾഡാക്കി എടുക്കാം. ഞാനിവിടെ 4ആയിട്ട് ഫോൾഡാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ ലെങ്തും വിഡ്ത്തും മാർക്ക് ചെയ്തെടുക്കാം. ഞാനിവിടെ 7 ഇഞ്ചസ് വിഡ്ത്തും ലെങ്ത് നമുക്ക് 16 ഇഞ്ചസാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ ഒന്ന് മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ആവശ്യമുള്ള ഫാബ്രിക് കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ പഫ് സ്ലീവാണ് കേട്ടോ കൊടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ സ്ലീവിൻ്റെ ലെങ്ത് വന്നിട്ട് 17 ഇഞ്ചസാണ്. അലവൻസോട് കൂടിയിട്ടാണ് കേട്ടോ. 16+1 17 ഇഞ്ചസാണ്. അത് മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് പഫിനായിട്ട് ഒരു 5 ഇഞ്ചസ്, നിങ്ങൾക്ക് എത്രത്തോളം ലെങ്ത് പഫിന് എടുക്കുന്നോ അതനുസരിച്ച് പഫിൻ്റെ ഇത് കൂടും, പ്ലീറ്റ്സ് കാര്യങ്ങളും കൂടും. അപ്പോൾ നമുക്ക് നല്ല ഭംഗിയായിട്ടിരിക്കും. ഞാനിവിടെ 5 ഇഞ്ചസ്, കുഞ്ഞു കുട്ടിയായതുകൊണ്ട് 5 ഇഞ്ചസ് മാത്രമേ എടുക്കുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇതുപോലെ ഒരു ലൈൻ ഇട്ട് കൊടുക്കാം. 5 ഇഞ്ചസ് പഫിന് നമ്മൾ മുകളിൽ വിട്ടിട്ടില്ലേ, അത് വിട്ടതിന് ശേഷം ആ ലൈൻ കഴിഞ്ഞിട്ട് നമുക്ക് നോർമലി നമ്മൾ എങ്ങനെയാണോ സ്ലീവ് കട്ട് ചെയ്യുന്നത് അതുപോലെ ചെയ്തെടുത്താൽ മതി. ക്യാഫ് സ്ലീവ് 2 ഇഞ്ചസ് നമുക്ക് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ ഇതുപോലെ ഒരു കർവ് ലൈൻ വരച്ചു കൊടുക്കാം. സ്ലീവിൻ്റെ ബോട്ടം പോർഷൻ 5.5 ഇഞ്ചസ് നമുക്ക് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു സൈഡ് പോർഷൻ ലൈൻ ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം.
ഇനി നമുക്ക് പഫിന് വേണ്ട പോർഷൻ ഇതുപോലെ കർവായിട്ട് വരച്ചെടുക്കാം. ജസ്റ്റ് ഫ്രീ ഹാൻഡായിട്ട് വരച്ചെടുത്താൽ മതി. ഇനി ഇതിൻ്റെ സെൻറ്റർ പോർഷനും അതുപോലെ നമ്മൾ പഫ് വരച്ച പോർഷനും ഇതുപോലെ ചെറുതായിട്ടൊന്ന് നോച്ചസ് ഇട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ കട്ടിങ് എല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പോകും. ഈ സ്ലീവിൻ്റെ ബോട്ടം പോർഷനിൽ നമുക്ക് ഇതുപോലെ ഒരു പ്ലാക്കറ്റ് വെക്കാനായിട്ടുണ്ട്. അത് നമ്മൾ വർക്ക് നെറ്റ് മെറ്റീരിയലാണ് കേട്ടോ കൊടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അത് നമുക്ക് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് സ്ലീവിൻ്റെ പഫ് പോർഷനും കൂടി ചെയ്തെടുക്കാം. ഇത് നമ്മൾ നോർമലി സ്ലീവിൽ ചെയ്യുന്ന പോലെ പ്ലീറ്റ്സ് എടുത്ത് കൊടുത്തതാണ്. നമ്മൾ ആ ഒരു പഫിനായിട്ട് എടുത്ത പോർഷനിൽ ആ ഒരു പോർഷനിൽ പ്ലീറ്റ് എടുത്തതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്യാദേഴ്സ് വേണമെങ്കിൽ കൊടുക്കാം. ഇനി നമുക്ക് ലൈനിങ്ങിൻ്റെ പോർഷനും അതുപോലെ മെയിൻ ഫാബ്രിക്കിലെ സാറ്റിൻ പോർഷൻ്റെയും ബോട്ടം പോർഷൻ മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമ്മൾ അംബർല ഫ്രോക്ക് ചെയ്യുമ്പോഴത്തേക്കും നോർമലി ഫസ്റ്റ് ഒരു മടക്കി സ്റ്റിച്ച് ചെയ്തതിന് ശേഷം വീണ്ടും നമുക്ക് ഒന്നും കൂടി മടക്കിയിട്ട് ആ ഒരു മെത്തേഡിലാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യുന്നത്. നമ്മൾ രണ്ടും കൂടി ഒരുമിച്ച് മടക്കിയാൽ ചുരുണ്ട് പോകും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫൂട്ട് യൂസ് ചെയ്തിട്ട് വേണമെങ്കിലും സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമ്മുടെ സ്കേർട്ടിൻ്റെ പോർഷൻ നീറ്റായിട്ട് നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ നന്നായിട്ട് അയൺ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. ഇനി നമുക്ക് യോക്ക് പോർഷൻ സ്റ്റിച്ച് ചെയ്തെടുക്കാം. യോക്ക് പോർഷൻ നോർമലി ചെയ്യുന്ന പോലെ സിബ് അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ ഷോൾഡർ അറ്റാച്ചിങ്ങും നെക്ക് ഫിനിഷിങ്ങും ആണ് കേട്ടോ ഇതിൽ മെയിനായിട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അത് ചെയ്തെടുക്കാം. ഞാൻ ഡീറ്റെയിൽഡ് വീഡിയോ ഇട്ടിട്ടുള്ളത് കൊണ്ടാണ് കേട്ടോ റിപ്പീറ്റ് ചെയ്യാത്തത്. ഇനി നമുക്ക് ഈ സ്ലീവിൻ്റെ സെൻറ്റർ പോർഷൻ ഇതിൻ്റെ ഷോൾഡറിൻ്റെ പോർഷനിൽ വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. രണ്ട് സ്ലീവ് ഇതുപോലെ തന്നെ നമുക്ക് ജോയിൻ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ സ്ലീവിൻ്റെ പോർഷൻ പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ 5 ഇഞ്ചസ് എടുത്തത് കൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. നന്നായിട്ട് പഫ് വേണമെന്നുണ്ടെങ്കിൽ ഒരു 10 ഇഞ്ചസ് ഒക്കെ നമുക്ക് എടുക്കാം. ഓക്കെ, അത് നമ്മുടെ കസ്റ്റമറിൻ്റെ അടുത്ത് ചോദിച്ചിട്ട് നമുക്ക് അതുപോലെ ചെയ്തെടുക്കാം. ഇനി നമുക്ക് സ്കേർട്ടിൻ്റെ പോർഷനും യോക്ക് പോർഷനും കൂടെ നമുക്ക് ജോയിൻ ചെയ്തെടുക്കാം. സ്കർട്ട് ഞാൻ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഫ്രണ്ടും ബാക്കും ഒരുമിച്ചിട്ടല്ലേ കട്ട് ചെയ്തത്. ഇത് നമ്മൾ ഫ്രണ്ട് ബാക്ക് സെപ്പറേറ്റ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ലൈനിങ് മാത്രം, അതായത് യോക്ക് പോർട്ടിൻ്റെ ലൈനിങ്ങുമായിട്ട് സ്കേർട്ടിൻ്റെ ലൈനിങ് ഫസ്റ്റ് നമുക്ക് ജോയിൻ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഈ തയ്യൽ തുമ്പ് പുറത്ത് വരാത്ത രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. സിബ് വരുന്ന പോർഷനിൽ, അതായത് ബാക്ക് പാർട്ടിൽ നമുക്ക് അങ്ങനെ ചെയ്യത്തില്ല. അപ്പോൾ ഞാൻ ചെയ്യുന്നത് ഫ്രണ്ടിൽ മാത്രം ഈ ഒരു മെത്തേഡിൽ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ബാക്കിൽ നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ലോക്കും കൂടി ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ വേറൊരു ഷോപ്പിൽ, എൻ്റെ കയ്യിൽ ലോക്ക് മെഷീൻ ഇല്ലാത്തതുകൊണ്ട് വേറൊരു ഷോപ്പിൽ കൊടുത്തിട്ട് ലോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ യോക്ക് പോർഷൻ കാണാനായിട്ട് നല്ല ഫിനിഷിംഗ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ബാക്ക് പോർഷനും ഇതുപോലെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്.
അപ്പോൾ സ്കേർട്ടിൻ്റെ പോർഷൻ നമ്മൾ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവിൻ്റെ ബോട്ടം പോർഷനിലെ ആ എൻഡ് മുതൽ താഴെ സ്കേർട്ടിൻ്റെ എൻഡ് വരെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. സൈഡിൻ്റെ പോർഷൻ 1 ഇഞ്ചസ് നമ്മൾ അലവൻസ് ഇട്ടിട്ടുണ്ടല്ലോ, ആ ഒരു അലവൻസിലൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. വേസ്റ്റിൻ്റെ പോർഷനിൽ സാറ്റിൻ വള്ളി നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി നമുക്ക് ഇതുപോലെ ഈ ഒരു സ്കേർട്ടിൻ്റെ മുകളിലായിട്ട് വെച്ചിട്ട് നമുക്കിതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഫ്രോക്കിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ വേസ്റ്റിൻ്റെ പോർഷനിലായിട്ട് ഇതുപോലൊരു ബോയും വള്ളിയും കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ വള്ളി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ബോയും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഫ്രോക്കിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം.